കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അയ്യോ അയ്യോ ശ്രീലക്ഷ്മി, മോളെ ശ്രീലക്ഷ്മി. അയ്യോ അയ്യോ ശ്രീലക്ഷ്മി, മോളെ ശ്രീലക്ഷ്മി. എന്താ രേഖ? അത് വേറൊന്നുമില്ല ഗായത്രി അമ്മേ, പൂജ സക്സസ് ആയി കഴിഞ്ഞു എന്ന് മോൾ എന്നോട് പറഞ്ഞതാ. പറഞ്ഞത് കുറച്ച് ഉറക്കായി പോയിന്നേ ഉള്ളൂ. ഇതെന്താ അമ്മ, ആ വെള്ളം കുടിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത്. നമ്മൾ കാണാതെ അറിയാതെയും എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താവോ അത്? നിലവിളക്ക് അവിടെ കൊണ്ട് വെച്ചോളൂ. അല്ല തിരുമേനി, പൂജക്കിടയിലോ പൂജ കഴിഞ്ഞിട്ടോ ഇതിലെന്തെങ്കിലും ഇവിടെയുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ടോ? പ്രസാദമായിട്ടോ മറ്റോ? ഗണപതി ഹോമത്തിന് വെക്കുന്ന ഒന്നും കഴിക്കുന്നത് ഉത്തമമല്ല. ഉപവാസം ഇരിക്കുന്നവർക്ക് ഗംഗാജലം തീർത്ഥമായി കൊടുത്ത് ഉപവാസം അവസാനിപ്പിക്കും. അതാണ് പതിവ്. ഓരോ ഇടത്തും ഓരോ രീതിയിലാ. ഗംഗാജലം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, ദായിരിക്കുന്നു. തിരുമേനി വേറൊന്നും കരുതരുത്. ആ ഗംഗാജലം എനിക്ക് അല്പം കുടിക്കാൻ തരണം. ഞാനാണ് രവി സാറിന്റെ സെക്യൂരിറ്റി ഓഫീസർ. ചുറ്റും ശത്രുക്കളായതുകൊണ്ട് പുറത്തു നിന്നൊന്നും അലോ ചെയ്യില്ല ഇവിടെ. തിരുമേനിയെ വിശ്വാസമില്ലാത്തതുകൊണ്ടോ ഈശ്വര വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുകയോ ചെയ്യുന്നതല്ല. ഇതെന്റെ ജോലിയുടെ ഭാഗം കൂടിയാ. മാത്രമല്ല എൻ്റെ ഒരു സമാധാന പ്രശ്നം കൂടിയാ. വിരോധമില്ലെങ്കിൽ കർത്തവ്യമല്ലേ നീതി. താങ്കളുടെ കർമ്മം താങ്കൾ ചെയ്യുന്നതിന്
പേടിക്കാനൊന്നുമില്ല. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനുള്ള ഭാഗ്യം വിഘ്നേശ്വരൻ തരും. അതും നിങ്ങൾ ഒരുമിച്ച്. ഒരു മാനസിക വിഷമങ്ങളും മനസ്സിൽ വെക്കേണ്ട. ശ്രീലക്ഷ്മി, ദീർഘായുഷ്മാൻ ഭവ. ദീർഘസുമംഗലീ ഭവ. ഗണപതി ഭഗവാനെ, മരണഭയം ഉണ്ടെങ്കിൽ ഈ പൂജയോടുകൂടി അത് മാറിയെന്ന് കരുതിയാൽ മതി. ഈ പൂജ കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു തിരുമേനി. എന്റെ 2 ആൺമക്കളും പെൺമക്കളും എന്നും എന്നോടൊപ്പം ഈ വീട്ടിലുണ്ടാവണമെന്നാ എന്റെ പ്രാർത്ഥന. അമ്മ പോകുന്നില്ലേ? ശ്രീലക്ഷ്മിയുടെ കത്തിയ ചാരത്തിൽ നിന്ന് എനിക്ക് ഭസ്മക്കുറി എടുക്കാൻ പോകുന്നില്ലേന്നാ ചോദിച്ചത്. മഹാസിദ്ധൻ, ചന്ദ്രഗിരി ചന്ദ്രചൂഡ സ്വാമി, വേദങ്ങൾ മുഴുവൻ കാണാപ്പാഠമാക്കിയ മഹാജ്ഞാനി. അമൂല്യ ഗ്രന്ഥങ്ങൾ നോക്കി അയാൾ ഉണ്ടാക്കിയ വിഷം 2 തുള്ളി കുടിച്ചാ മതി. പിന്നെ ആ ആള് നിന്ന നിൽപ്പില് നിലത്ത് വീഴും. വീണെടുത്ത് നിന്ന് എഴുന്നേക്കില്ല പോലും. മരണം ഉറപ്പ്. ദേ, അമ്മ താഴെ ചെന്നൊന്ന് നോക്കിയേ. പയറുമണി പോലെ അവൾ അവിടെ ഒക്കെ ഓടിച്ചാടി നടപ്പുണ്ട്. ഇങ്ങനൊരു പ്ലാൻ ഉണ്ടെങ്കിലേ 5 രൂപയിൽ തീരുന്ന ഒരു എലിവേഷത്തിന്റെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ 5 ലക്ഷം രൂപയാ കയ്യിന്ന് പോയിരിക്കുന്ന. അതൊന്നും പോരാഞ്ഞിട്ട് കയ്യിലും കഴുത്തിലും കിടന്നതെല്ലാം സ്വാമിക്ക് സ്വർണം ദക്ഷിണയായിട്ട് വേണം പോലും. കള്ള തിരുമാടി ചന്ദ്രഗിരി ചന്ദ്രചൂഡ സ്വാമി. അയാള് സ്വാമിയൊന്നുമല്ല, ആസാമിയാ, തട്ടിപ്പുകാരൻ. അയാള് തന്നത് എന്തോ പച്ചവെള്ളമാണെന്നാ എനിക്ക് തോന്നുന്നത്. ആ പച്ചവെള്ളേ നമുക്കെടുത്തു കുടിക്കാം. നമ്മുടെ ഒരു സമയം വെച്ചേ പച്ചവെള്ളം കുടിച്ചാലും നമ്മളിപ്പോ മരിക്കും. അതാ അവസ്ഥ. എന്റെ പൊന്നമ്മേ, അമ്മയെ വിശ്വസിച്ചതാ എനിക്ക് പറ്റിയ തെറ്റ്. ഈ കാലത്ത് ഈ നാട്ടില് പൂജയുടെയും മന്ത്രവാദത്തിന്റെയും പേരില് എന്തുമാത്രം തട്ടിപ്പുകളും കൊലപാതകങ്ങളും നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടു ഇരുന്നിട്ടും എന്റെ അമ്മയ്ക്ക് ഈ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടവും ദേഷ്യവും വരുന്നത്. നിന്റെ വർത്തമാനം കേട്ടാ തോന്നുമല്ലോ ഞാനിതൊക്കെ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ഞാനറിഞ്ഞു ആ സിദ്ധം പറ്റിച്ചതാണെന്ന്. നിനക്കിതിൽ വിശ്വാസമില്ലെങ്കിൽ നേരത്തെ പറയണമായിരുന്നു. എന്റെ വിശ്വാസവും അവിശ്വാസവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ശ്രീലക്ഷ്മിയുടെ ആരൊക്കെയാണെന്നും പറഞ്ഞ് ചേച്ചിയും അനിയനും ആണെന്നൊക്കെ പറഞ്ഞ് 2 എണ്ണത്തിന് ഇങ്ങോട്ട് എഴുന്നള്ളിച്ചിട്ടേ അതും അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വന്ന് വീണില്ലേ. ആ ത്രിവിക്രമൻ ഇടയ്ക്കുണ്ടായിരുന്നതുകൊണ്ട് ആ കേസ് അയാളുടെ പെടലിക്ക് കെട്ടിവെച്ചു കൊടുത്തു. അവിടെ അമ്മയ്ക്ക് സംഭവിച്ചത് എന്താ? പരിപൂർണ പരാജയം. ഇപ്പോഴത് പരാജയമായിട്ട് നിനക്ക് തോന്നും. പക്ഷേ അതിൽ സത്യമുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞ ഇപ്പോഴിവിടെ ഉള്ളത് ശ്രീലക്ഷ്മി അല്ലെന്നും ഇത് അഭിനയമാണെന്നും ഞാൻ നിന്നോട് സൂചിപ്പിച്ചത് ഓർമ്മയില്ലേ? അവൾ ഇവിടെ വന്നു കയറിയ ദിവസം
നമുക്ക് പരിചയമുള്ള ശ്രീലക്ഷ്മി ഒരുപക്ഷെ അവൾ ഇവിടെ അഭിനയിച്ച് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇവിടുന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ യാത്ര പോയ ആളായിട്ടല്ല അവള് മടങ്ങി വന്നിരിക്കുന്നത്. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അവള് ശ്രീലക്ഷ്മി അല്ലെങ്കിൽ പിന്നെ ആരാ? താഴെ ഇപ്പോ സംഭവിച്ചതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. നീലഹസ്തയിലെ കണ്ണമ്മ ശ്രീലക്ഷ്മിയായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ മണ്ടത്തരങ്ങൾ പറയല്ലമ്മേ. അതിന് നമ്മുടെ കയ്യിൽ എന്താ തെളിവുള്ളത്? അമ്മയുടെ കയ്യിൽ ഒരു തെളിവുമില്ല. ചേച്ചിന്നും പറഞ്ഞു വന്നവള് കൂറുമാറി മാപ്പ് സാക്ഷിയായി. ഇനി സത്യം പറ, ആ രാജാറാം പറഞ്ഞതുപോലെ അമ്മ ഇനി ആ സ്ത്രീക്ക് കാശ് വല്ലതും കൊടുത്തു കൊണ്ടുവന്നതാണോ? രേഖ, നീ അറിഞ്ഞതൊക്കെ തന്നെ എനിക്കും അറിയൂ. അവള് തിരിച്ചടിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? പക്ഷേ അതിൽ സത്യമുണ്ട്. നമ്മളറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അത് ശ്രീലക്ഷ്മി അല്ലെന്നും കണ്ണമ്മയാണെന്നും തെളിയിച്ചേ പറ്റൂ. അതിനുള്ള മാർഗമാ ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ തെളിയിച്ചാലും അവസാനം പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയാവും. അതിൽ യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. ആദ്യം നീ നിരാശ ഉണ്ടാക്കുന്ന സംസാരം ഒന്ന് നിർത്ത്. ഇത് ശ്രീലക്ഷ്മി അല്ലാന്ന് തെളിയിക്കാനുള്ള വഴികൾ നമ്മളായിട്ട് ഉണ്ടാക്കണം. അത് തെളിയിച്ചു കഴിഞ്ഞ പിന്നെ നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട. ഗായത്രിയമ്മ തന്നെ അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളൂ. ഈ വിഷപരിപാടി കൂടി ചീറ്റിയ സ്ഥിതിക്ക് തൽക്കാലം ഞാൻ ചന്ദ്രചൂഡ സ്വാമികള് തട്ടിയെടുത്ത 5 ലക്ഷം രൂപയുടെ ക്ഷീണം ഒന്ന് മാറ്റിക്കോട്ടെ. അതുവരെ എന്നെ ഒന്നിനും വിളിക്കരുത് പ്ലീസ്. നീ താഴെ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തതിന്റെ കാര്യം ഇതുവരെ പറഞ്ഞില്ല. നിനക്ക് എന്നോടൊരു കാര്യം പറയാൻ ഇത്രമാത്രം ആലോചിക്കാൻ എന്താ രവി? ആലോചിക്കണം രാജാ. ഞാൻ ഇത്രയും ആലോചിച്ച് നിന്നോട് പറയുന്ന കാര്യങ്ങൾ അതേ അളവിൽ തന്നെ നീയും ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. കാരണം അത് ശ്രീലക്ഷ്മിയെ കുറിച്ചുള്ളതാ. ഈ കുടുംബത്തിന് വേണ്ടി, അതിലുപരി കൂടുതലായി രവിവർമ്മൻ എന്ന വ്യക്തിക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്കറിയാം, നീ നിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം എനിക്കായും ഈ കുടുംബത്തിനായും മാറ്റിവെച്ചിട്ടുണ്ട്. രവി, നീ പറഞ്ഞു നീ ശ്രീലക്ഷ്മിയെ കാണുന്ന ആ പെൺകൊച്ചിന്റെ കാര്യങ്ങളാണ് നിനക്ക് എന്നോട് പറയാനുള്ളതെന്ന്. നിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അവളും ഈ വീട്ടുകാരുമായി എന്ത് ബന്ധം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് തന്നെ ഞാനും പറഞ്ഞു വരുന്നത്. ഈ വീട്ടിലുള്ളവർക്കും എനിക്കും നീ തരുന്ന സ്ഥാനം, അത് പലപ്പോഴും ശ്രീലക്ഷ്മിക്ക് നീ കൊടുക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. എന്തിന്? അതിന്റെ ആവശ്യമില്ല രവി. നീ ഇത് ശ്രീലക്ഷ്മിയാണെന്ന് അന്ധമായി വിശ്വസിക്കുന്നു. നീ കാരണം മറ്റുള്ളവരും. പക്ഷേ ഞാൻ ശ്രീലക്ഷ്മി മാഡം എന്ന് ഒരാളെ വിളിച്ചിട്ടുള്ളൂ. അവരെ മാത്രമേ വിളിക്കുകയുള്ളൂ. നീ താലികെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന നിന്റെ ഭാര്യയ്ക്ക്, അതായത് സുദർശന്റെയും സരോജത്തിന്റെയും മകൾ ശ്രീലക്ഷ്മിക്ക് ഞാൻ പരിഗണനയും ബഹുമാനവും കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കും. പക്ഷേ അതുപോലെ നീലഹസ്തിയിലെ കണ്ണമ്മയ്ക്ക് ആ പരിഗണനയും ബഹുമാനവും കൊടുക്കാൻ നീ പറയരുത്. അതെനിക്ക് ബുദ്ധിമുട്ടാ.
ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കും എന്നൊരു അഹങ്കാരത്തിൽ നിന്ന് പറഞ്ഞതാ നിന്നോട്. പക്ഷേ നീ ഒന്നോർക്കണം, ഇപ്പോ നമ്മുടെ കൺമുന്നിലുള്ളത് അത് നീ പറയുന്നത് പോലെ ഞാൻ വിശ്വസിക്കുകയാണെന്ന് വെച്ചോ. പക്ഷെ മറ്റെല്ലാവരുടെയും മുന്നിൽ അവൾ ശ്രീലക്ഷ്മിയാണ്. നമ്മളെ സ്നേഹിക്കുന്നവർ അവളെ ശ്രീലക്ഷ്മിയായി കണ്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആശ്വാസപ്പെടുന്നത്. അതുപോലെ ശത്രുക്കളുടെ മുന്നിലും അവൾ ശ്രീലക്ഷ്മിയാണെന്നുള്ളത് എൻ്റെ മനസ്സമാനം തകർക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് കിട്ടിയിരുന്ന പ്രൊട്ടക്ഷൻ ഒരളവും കുറയാതെ ഇപ്പോഴുള്ള ശ്രീലക്ഷ്മിക്ക് നീ കൊടുക്കണം. ഇത് നിന്റെ ബോസിന്റെ ഓർഡർ ഒന്നുമല്ല, റിക്വസ്റ്റാണ്. പ്ലീസ്. ഈ രവി, നീ എന്തൊക്കെ ഈ പറയുന്നത്? അതെ രാജാറാം, നമ്മുടെ ശത്രുക്കൾ ആരെന്നോ ഏതളവ് വരെ പോകുന്നോ ഇപ്പോ ഈ ശ്രീലക്ഷ്മിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ഉൾഭയമുണ്ട്. ഉൾഭയമോ? നീ എന്താണ് ഈ പറയുന്നത്? നീ ഇങ്ങനെ നിന്നോട് സംസാരിക്കരുത്. ശരി, എനിക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിലും ഞാൻ നിന്നെ അനുസരിക്കുന്നു. ശ്രീലക്ഷ്മിക്ക് കിട്ടിയിരുന്ന എല്ലാ പ്രൊട്ടക്ഷനും ഇനി മുതൽ കൺമണിക്കും കിട്ടും. ഇത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നതാ, നീ പറയുന്നത് കൊണ്ട് മാത്രം. താങ്ക്സ് രാജാറാം, താങ്ക്സ് ലോട്ട്. താങ്ക്സിന്റെ ആവശ്യമില്ല. ഇതിന്റെ ജോലിയും ബാധ്യതയുമാണ്. അത് ഇന്നു മുതൽ ഞാൻ ചെയ്തിരിക്കും. ഈ പൂജ ചെയ്തത് രവിക്കും ശ്രീലക്ഷ്മിക്കും വേണ്ടി ആയതുകൊണ്ട് തന്നെ രഘുവിനും രേഖയ്ക്കും കൂടി ചേർത്ത് അമ്പലത്തിലൊരു നേർച്ച കഴിപ്പിക്കണം. രേഖ ഗർഭിണി കൂടി ആയതുകൊണ്ട് അത് വേഗം നടത്തുകയും വേണം. പൂജയെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടന്നു. ആ ത്രിവിക്രമം വന്നപ്പോ അക്ഷരാർത്ഥത്തിൽ ഒന്ന് പേടിച്ചെങ്കിലും അതെല്ലാം കള്ളമാണെന്ന് രാജാവ് സാറ് തെളിയിച്ചെന്നറിഞ്ഞപ്പോഴാ സമാധാനായത്. കേട്ടതൊന്നും സത്യാവരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. മയക്കത്തിലായിരുന്നതുകൊണ്ടാ പിന്നെ സരോജത്തെ വിളിക്കാതിരുന്നത്. കോളനിയിലോട്ടങ്ങ് ചെല്ലട്ടെ, അവിടെ കഴുത്ത് ഞാൻ വെട്ടിയെടുക്കും. പകരം ചോദിക്കാനൊന്നും നമ്മൾ പോണ്ട സരോജം. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവനവന് തന്നെ ഈശ്വരൻ ശിക്ഷ കൊടുത്തോളും. ഞാൻ ആലോചിക്കുന്നത് ശ്രീലക്ഷ്മി മോളുടെ കാര്യമാ. പാവം കുട്ടി എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. മോളെ, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മോളെ അങ്ങനെ ഞങ്ങൾ ആരും എങ്ങോട്ടും പറഞ്ഞുവിടാൻ പോകുന്നില്ല. എങ്കി ഞങ്ങളെ ഇറങ്ങട്ടെ ഗായത്രി അമ്മേ? ഇപ്പോഴോ? ഇനി ഊണ് കഴിഞ്ഞിട്ട് പോകാം. വേണ്ട ഗായത്രി അമ്മേ, വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് ജോലി ബാക്കിയുള്ളതാ. ഇവിടെ നടന്നതൊക്കെ മനസ്സിന് വിഷമമായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുക. അയ്യോ, എന്താ ഗായത്രി അമ്മേ ഇത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ഞങ്ങളെ കൂടി വിഷമിപ്പിക്കരുത്. വൈകുന്നേരം വരെ ഇവിടെ ശ്രീലക്ഷ്മിയോടൊപ്പം ചെലവഴിച്ചിട്ട് പോയാൽ പോരെ? വേണമെങ്കിൽ 2 ദിവസം ശ്രീലക്ഷ്മി അവിടെ വന്ന് നിൽക്കട്ടെ.